അള്ളാഹുത്താല വിട്ടുപുറത്തും മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹുത്താല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ബലാഹ് മുസീബത്തുകളെ തൊട്ടും നമ്മയും നമ്മുടെ ഇഷ്ടക്കാരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുത്താല പറയുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് വഹാബികളുടെ പുതിയ തൗഹീദ് 1300 കൊല്ലം അല്ലെങ്കിൽ 900 വർഷക്കാലം മുസ്ലിമീങ്ങൾ പിന്തുടർന്നു വന്ന തൗഹീദിന് വിരുദ്ധമായി പുതിയ ഒരു തൗഹീദ് ഉണ്ടാക്കുകയായിരുന്നു വഹാബികൾ ചെയ്തത്. അതേപോലെ ഷിർക്ക് എന്ന് പറയുന്നതും വഹാബികൾ ഷിർക്ക് എന്ന് പറയുന്നതും നമ്മൾ ഷിർക്ക് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇസ്ലാമിൻ്റെ ഷിർക്ക് പറഞ്ഞതൊന്ന് വേറെയാണ്, സുന്നി വഹാബികളുടെ ഷിർക്ക് എന്ന് പറഞ്ഞൊന്ന് വേറെയാണ്. കാരണം ലോകത്ത് അള്ളാഹു അല്ലാതെ ലോകത്ത് ആരെയൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ അള്ളാഹുവിൻ്റെ എതിരിടുന്ന അള്ളാഹുവിൻ്റെ തുല്യന്മാരും അള്ളാഹുവിൻ്റെ എതിരാളികളുമായിട്ടുള്ള ആളുകളെയാണ് അവർ ആരാധിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. നിങ്ങൾ അള്ളാഹുവിന് എതിരിടുന്ന എതിരാളികളെ, തുല്യന്മാരായ എതിരാളികളെ നിങ്ങൾ ആക്കരുത്, സങ്കല്പിക്കരുത്, വിചാരിക്കരുത്, വിശ്വസിക്കരുത് എന്ന് അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൗഹീദ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഈ കാര്യം പോലും ശരിയായ രൂപത്തിൽ വഹാബികൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിയുന്നവർ അതിൽ കള്ളത്തരം കാട്ടുകയാണ്. കാരണം കലിമത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുസ്ലിങ്ങളൊക്കെ അംഗീകരിക്കുന്ന വാക്കല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? മഅബൂദായിട്ട് അല്ലാതെ ആരുമില്ല, ആരാധനയ്ക്ക് അർഹനായിട്ട് അള്ളാഹു അല്ലാതെ ആരുമില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതാണ് തൗഹീദ്. അപ്പൊ തൗഹീദിന്റെ നേരെ വിരുദ്ധമായ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാത്ത ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്തായി? ഷിർക്കായി. ആരാധിക്കണോ അതിനെ? അതിനോട് സഹായം ചോദിക്കണോ? വിളിച്ചു പ്രാർത്ഥിക്കണോ? ഒന്നും വേണ്ട. ആരാധനയ്ക്ക് അർഹനായി മറ്റൊന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ അത് ഷിർക്കായി മാറി. ഇതാണ് തൗഹീദ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല. അതിൻ്റെ നേരെ എതിര് ഷിർക്ക്, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ വേറെ ആരൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. ഇനി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഇമാമുകൾ ഈ 13 നൂറ്റാണ്ട് കാലം ലോകത്തെ മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വന്ന ഷിർക്ക് എന്താ? അതിൻ്റെ നിർവചനം ഇസ്ബാത്തു ശരീക്ക് ഫിൽ ഉലൂഹിയത്തി. ഇലാഹ് എന്ന നിലക്ക് അള്ളാഹുവിന് പങ്കുകാരെ സ്ഥിരപ്പെടുത്തലാണ്, പങ്കുകാരെ വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അത് രണ്ട് രൂപത്തിൽ വരും. ഒന്ന് ബിമഅന വുജൂദിൽ വുജൂബി, ബിമഅന വുജൂബിൽ വുജൂദി, ഉണ്ടാവൽ നിർബന്ധമായവൻ. അങ്ങനെ ആൾ ഉണ്ടായേ തീരൂ. നമ്മളെ വിശ്വാസപ്രകാരം അള്ളാഹു അല്ലാത്ത ഒരാൾ ഉണ്ടാവൽ എന്തില്ല, നമുക്ക് വിശ്വാസമല്ല. ഉണ്ടോ? ഞാൻ റസൂൽ ഉണ്ടായില്ല വിചാരിച്ചിട്ട് ഭൂമിക്കോ ആകാശത്തിനോ വല്ല കേടും വരുമോ? ഒന്നും വരില്ല. പിന്നല്ലേ മൊഹീദ്ദീൻ ഷെയ്ഖും ബദരീങ്ങളൊക്കെ അല്ലാഹ് അല്ലാത്ത ഒക്കെ ഒന്നും വാജിബുൽ വുജൂദല്ല, ഉണ്ടാവൽ നിർബന്ധമായവനായിട്ട് ആരേ ഉള്ളൂ? അല്ലാഹ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനെതിരിൽ വിശ്വസിക്കലാണ് ഷിർക്കിന്റെ ഒരു രൂപം. ഏതുപോലെ കമാലിൽ മജൂസി, സരതുഷ്ട മതം എന്ന് പറയുന്ന മജൂസി മതക്കാർക്ക് 2 ദൈവങ്ങളുണ്ട്. ന്യായമാണ് അവർ പറഞ്ഞു കേട്ടാൽ പലർക്കും തോന്നും ന്യായമാണ്. എന്താ ന്യായം? അള്ളാഹു താല നല്ലത് മാത്രമേ സൃഷ്ടിക്കുള്ളൂ. നല്ലത് സൃഷ്ടിക്കണ അള്ളാഹ് തിന്മ സൃഷ്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നന്മ സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പേര് അഹുറുമസ്ത എന്നാണ്. തിന്മ സൃഷ്ടിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിന്റെ പേര് അഹിരിമാൻ എന്നാണ്. ഇങ്ങനെ 2 ദൈവങ്ങളാണ് ആർക്കുള്ളത്? മജൂസികൾക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? 6 മാസം ഒരു ദൈവത്തിന്, 6 മാസം മറ്റേ ദൈവത്തിനെ ആരാധിക്കും. 6 മാസം വെളിച്ചം, 6 മാസം ഇരുട്ട്, 6 മാസം നന്മ, 6 മാസം തിന്മ. ഇപ്പൊ 2 ദൈവങ്ങൾ അവർക്ക് നിർബന്ധമാണ്. നന്മ പടയ്ക്കുന്ന ദൈവവും തിന്മ പടയ്ക്കുന്ന ദൈവവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ വിശ്വാസം നമുക്കില്ല. അതുകൊണ്ട് അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നില്ല. അതേപോലെ ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി, അല്ലെങ്കിൽ പിന്നെ ഷിർക്ക് വരെ എങ്ങനെയാ? ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനാണ് എന്ന് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെ പറ്റി വിശ്വസിക്കുക. ബദരീങ്ങൾക്ക് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹരാണ്, അല്ലെങ്കിൽ സിയം വലിയുല്ലാഹി ആരാധനയ്ക്ക് അർഹനാണ്. അങ്ങനെ വിശ്വസിച്ചവൻ ആരാണ്? മുശ്രിക്കാണ്.
അവൻ എന്ത് സമസ്തക്കാരനായിട്ടും കാര്യമില്ല, ഞാൻ ഏത് കോപ്പി ഷെയ്ഖായിട്ടും കാര്യമൊന്നുമില്ല. കമാലി അബദ്ധത്തിൽ അസ്സനാമി, അതുപോലെ വിഗ്രഹാരാധകർ വിശ്വസിക്കുന്നത് പോലെ. നമുക്കിടയിലുള്ള വിഗ്രഹാരാധകർ മക്കത്തും മദീനത്തും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വിഗ്രഹാരാധകരുടെ വിശ്വാസം അതാണ്. ഏതുപോലെ, അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരാരാധിച്ചത് ഒരിക്കലും, ഇപ്പോൾ വഹാബികളൊക്കെ പറയുന്നുണ്ട് മക്കത്തെ മുശ്രിക്കുകൾ ആരാധിച്ചത് മഹാത്മാക്കളെയാണ്, ഇബ്രാഹിം നബിനെയാണ്, ഈസയെയാണ്, ഉസൈറിനെയാണ്. ക്രിസ്ത്യാനികൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഈസാ നബിനെയാണോ ആരാധിക്കുന്നത്, ഈസാ നബിയുടെ വിഗ്രഹത്തെയാണോ ആരാധിക്കുന്നത്? ഉറപ്പല്ലേ? അന്നം തിന്നണ കണ്ണുള്ള മനുഷ്യന്മാർക്കൊക്കെ കാണുന്നതും അറിയുന്നതുമായ കാര്യമില്ലേ അത്? അല്ലേ? ഈസ എന്ന് പേരിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയാണ് ആരാധിക്കുന്നത്? ക്രിസ്ത്യാനികൾ. ഇതുപോലെ തന്നെ മക്കത്തെ മുശ്രിക്കുകളും അള്ളാന്റെ പേരിട്ടൊരു ദൈവം അവർക്ക് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അതാ രസം. അള്ളാന്റെ പേരുള്ള ദൈവം വിഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ പറയുന്നത് ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന എല്ലാം ഔസാന, അത് വിഗ്രഹങ്ങളല്ലാതെ വസനികളല്ലാതെ മറ്റൊന്നും അല്ല. ഇന്നമാ അല്ലാതെ അല്ല. പരിശുദ്ധ ഖുർആനായി പറയുന്നത് ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാന, നിങ്ങൾ വിഗ്രഹങ്ങളെ അല്ലാതെ ആരാധിക്കുന്നേയില്ല. ആ വിഗ്രഹങ്ങളാവട്ടെ നിങ്ങളുടെ വിശ്വാസപ്രകാരം വെറും തല്ലിപ്പൊളി വിഗ്രഹങ്ങളല്ല. അവരൊക്കെ അള്ളാഹുവിന്റെ എതിരാളികളാകാൻ, അള്ളാഹിനോട് മത്സരിക്കാൻ മാത്രം പോകുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു തആല പറയുന്നു ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ ആക്കരുത്. അപ്പൊ ആരല്ല? ബദരീങ്ങളോ മൊയ്തീൻ ഷെയ്ഖോ അതുപോലത്തെ ലാത്തെ ഉസ്സയോ പേരെന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കുന്നത് ആരെയാണ്? അള്ളാന്റെ എതിരാളികളെയാണ്. അള്ളാഹിനോട് എതിർത്ത് നിൽക്കാൻ കെൽപ്പുള്ള വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതിന്റെ പുറമെ അവരൊക്കെ സൃഷ്ടാവുകളായിരുന്നു, പടച്ചവന്മാരായിരുന്നു. പടച്ചവനിൽ അവർ വിശ്വസിച്ചത്. ഇതുപോലെ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹ് അവരോട് പറയുന്ന എന്താ? നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന, തദ്ഊന എന്ന് പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്നൊക്കെ അർത്ഥം വയ്ക്കും. ആരാധന എന്നാണ് തഫ്സീർ. നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ കൂട്ടിയാലും അവരൊന്നും ലൻ യഖ്ലുഖു ദുബാബൻ, അവരൊരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല. പിന്നല്ലേ അവരെ നിങ്ങൾ പടച്ചോന്മാരെന്ന് പറയണത്? അള്ളാഹ് ചോദിക്കുക അവരോട്. ഒരു ഈച്ചനെ പോലും പടയ്ക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവരെയാ നിങ്ങൾ പടച്ചോൻ എന്ന് വിശ്വസിക്കണം. നിങ്ങളെക്കാളും വലിയ വിഡ്ഢികൾ ആര് എന്ന് അല്ലാഹു തആല അവരോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതാണ് മുസ്ലിമീങ്ങളുടെ തൗഹീദ് ഷിർക്ക് എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് നബിയും സ്വഹാബത്തും താബീകളും താബീകളും 1300 കൊല്ലക്കാലം മുന്നോട്ട് പോയത് ഇങ്ങനെയാണ്. 1200 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു 200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരാള് പുതിയൊരു നിർവചനവുമായിട്ട് വരുന്നത്. അയാള് ഷിർക്ക് എന്ന് പറഞ്ഞെന്താ? വഹുവ അൻ യദുവല്ലാഹ മഅല്ലാഹി വൈറഹു, അള്ളാന്റെ കൂടെ അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കലാണ്. അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും വിളിക്കലാണ് ഷിർക്ക് എന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാളുടെ അയാൾ പറയുന്നത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വഹാബികൾ മുഴുവൻ പറയുന്നത്. അതിന്റെ മുമ്പ് ലോകത്ത് ഒരാളും ഇത് പറഞ്ഞിട്ടില്ല. ഈ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ലോകത്തെ ഒരു ഇമാമും പറയാത്ത, സഹാബാക്കളോ നബിയോ പിൻഗാമികളോ വിശ്വസിക്കാത്ത ഒരു വിശ്വാസമാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ ഈ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയത്. ഒരു വിളി എന്നാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചാൽ എന്തായി? അൻ യദൂ അല്ലാഹ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, വിളിച്ചാൽ, അപേക്ഷിച്ചാൽ എന്നൊക്കെ അർത്ഥം പറയാം. അതുകൊണ്ട് അവൻ കാഫിറായി മുശ്രിക്കാകുക. അതാണ് ശിർക്ക്. എന്നാൽ നമ്മളെ ഇമാമുകൾ ഇക്കാലം വരെ പഠിപ്പിച്ചെന്താ? റവൈന ഫീ കിതാബി ഇബ്നു സുന്നിയ്യി, ഇബ്നു സുന്നിയിന്റെ അമലുൽ യൗമി വല്ലൈല എന്ന കിതാബിൽ നമ്മൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം നവവി പറയാം, അനിൽ ഹൈസം ഇബ്നു ഹുനൈഷൻ കുന്നാ ഇൻദ ഇബ്നു ഉമറ, മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നത്തിന്റെ യഥാർത്ഥ പിൻഗാമി, പിൻപറ്റുന്നവരെന്നറിയപ്പെട്ട സ്വഹാബാക്കളിലെ മുഖ്യനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫഹദറത് റിജ്ലുഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാല് കോച്ചി. അല്ലേ? കാലിന് കോച്ചിലുണ്ടാവൂലേ? കാല് കോച്ചി.
കാല് കോച്ചിട്ട് മൂപ്പർക്ക് അവിടെ നിന്ന് കാലിളക്കാൻ പറ്റാതിരിക്കുന്ന കണ്ടപ്പോ കാല ലഹു ഇബ്നു അബ്ബാസിൻ റഈസുൽ മുഫസ്സിരീൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മുഴുവൻ നേതാവ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പുകഴ്ത്തി പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. വേറെയും നൂറുകണക്കിന് സഹാബാക്കൾ ഉണ്ടാവും. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൂപ്പരോട് പറഞ്ഞു, കോച്ചല് മാറാനുള്ള ഒരു മരുന്ന്, കാലിന്റെ കോച്ചല് മാറാനുള്ള ഒരു മരുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കൊടുത്തെന്താ, ഉദുക്കുർ അഹബ്ബൻ നാസി ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ വിളിച്ചാൽ മതി, നിന്റെ പ്രശ്നം തീരും. അയാളെ പറഞ്ഞാൽ മതി, നിന്റെ കാല് കോച്ചൽ, നിങ്ങളുടെ കാല് കോച്ചൽ ഇപ്പൊ തന്നെ മാറും പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പറഞ്ഞാൽ മതി, വിളിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ മൂപ്പരത് കേട്ട ഉടനെ ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബി സുന്നയാണ്, മുശ്രിക്കല്ല. വഹാബികളുടെ കണക്കിന് ആരാകാൻ പോവുക? മുശ്രിക്കാകാൻ പോവുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ വിളിച്ചു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി മരിച്ചിട്ട് കാലം കുറച്ച് കഴിഞ്ഞിട്ടത്. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ എന്നാര് വിളിച്ചു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾ വിളിച്ചപ്പോ ഫകഅന്നമാ നുഷിത്ത മിൻ ഇഖാൽ, കെട്ടിക്കൂട്ടി വെച്ചത്, അറുക്കാൻ വേണ്ടി പോത്തിനെ മൂരിനെ കാല് കെട്ടും പോലെ കെട്ടിവെച്ചത് അഴിച്ചു വിട്ടതുപോലെ മൂപ്പരുടെ ആ പ്രശ്നം അപ്പം അങ്ങോട്ട് തീർന്നു എന്ന് സംഭവം. ഈ സംഭവം അദ്കാറിൽ നവവി 271 പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിന്റെ 146 പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഹാബികളുടെ ആശയസ്രോതസ്സായ ഇബ്നു തീമിയ അൽ കലിമു തയ്യിബ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 94 പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അയാൾ പോലും ഈ ഹദീസ് നിഷേധിച്ചിട്ടില്ല. അള്ളാന്റെ കൂടെ വേറെ ആരെങ്കിലും വിളിക്കൽ കൊണ്ട് ശിർക്കാണെങ്കിൽ ആര് മുശ്രിക്കാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കാവണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാവണം. അവിടെ കൂടിയ സ്വഹാബത്തൊക്കെ അത് വിശ്വസിച്ചവരാണ്, അംഗീകരിച്ചവരാണ്. അവരൊക്കെ ആരാകണം? മുശ്രിക്കാവണം. അപ്പൊ അവരെയൊക്കെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ശിർക്ക് ആരുണ്ടാക്കി? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇയാൾ ഉണ്ടാക്കിയതാണത്. ഇതിന്റെ മുൻപ് ആരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചയാളാണ് ഇബ്നു തീമിയ എന്ന് പറയുന്ന വഹാബിസത്തിന്റെ ആശയ സ്രോതസ്. അവിടെ നിന്നാണ് വരുന്നത്. ആ ഇബ്നു തീമിയ പോലെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയാ, ഹാദാ യഖഉ കസീറൻ ലിമൻ ദൂനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ താഴെയുള്ള നബി അല്ലാത്ത ആളുകളിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നബി എന്നത് ഉണ്ടാവൂല, കാരണം നബിനെക്കാളും വലിയ ആള് പിന്നെ ആരാ? അല്ല തന്നെയാണ്. അപ്പൊ അള്ളാനല്ലേ വിളിക്കാനുള്ളൂ. നമ്മക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മളെക്കാളും വലിയ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളല്ലാത്തവരിൽ നിന്ന് ഒരുപാട് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കും. ഇക്കൂട്ടത്തിൽ നിന്ന് എനിക്കറിയാം അൽ വഖായിഅ കസീറ, ധാരാളം സംഭവങ്ങൾ എനിക്കറിയാം. ആരാ പറയണത്? ഇബ്നു തീമിയ പറയാ, അയാളുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ പറയാ, ഇത്തരം സംഭവങ്ങൾ ഒരുപാട് എനിക്കറിയാം. വകദാലിക, ഇതുപോലെയാണ് സുആലു ബഅലിഹിം, വേറെ ചിലര് ചോദിച്ചത് അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടോ ഔലി ഗൈരിഹി, അല്ലെങ്കിൽ നബി അല്ലാത്ത മിൻ ഉമ്മത്തിഹി, നബിന്റെ ഉമ്മത്തിൽപ്പെട്ട വേറെ ആരോടെങ്കിലുമോ, ഹാജത്തഹു, അവരുടെ ആവശ്യം തേടിയത് ഇതിൽപ്പെട്ടതാണ്. അത് ശിർക്കൊന്നുമല്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടൊന്നും ശിർക്ക് വരൂല. കാരണം മജൂസികളെ പോലെ 2 ഇലാഹ് വിശ്വസിക്കാൻ അവിടെ വരുന്നില്ല. അല്ലെങ്കിൽ ഇബാദത്തിന് അർഹനാണെന്ന് ഇവരെ പറ്റി, നബിയെ പറ്റിയോ ബദരീങ്ങളെ പറ്റിയോ ഇവരാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ശിർക്കൊന്നും അവിടെ വരൂല. ഫതുഖ്ലാലഹു, അപ്പൊ അവര് ആഗ്രഹം ചോദിക്കും, അത് അതേപോലെ വിടപ്പെടും. മമ്പറന്നങ്ങളെ കാക്കണേനോ, ബദരീങ്ങളെ കാക്കണേനോ, അല്ലെങ്കിൽ യാ റസൂലല്ലാഹ് കാക്കണേനോ എന്നൊക്കെ പറയും. ആ പറഞ്ഞ അവരുടെ ആഗ്രഹം അദ്ദേഹം പറയാ ഫതുഖ്ലാലഹു, അവന്റെ ആഗ്രഹം വീടുകയും ചെയ്യും. ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറൻ, ഇത് ഒരുപാട് സംഭവിച്ചിട്ടുള്ള, ചരിത്രത്തിൽ എണ്ണിയാലൊടുങ്ങാതെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ ശിർക്കാക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു പുതിയ നിർവചനം ഉണ്ടാക്കിയത്. മുമ്പുള്ള നിർവചനമൊന്നും പോരാഞ്ഞിട്ടൊന്നുമല്ല. ഈ പറയുന്ന ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഇബ്നു തീമിയയുടെ കിതാബിന്റെ 344 പേജിൽ ഇത് കാണാം. ഞാൻ കണ്ടിട്ട് പറയണതൊക്കെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 344 പേജിൽ ഇത് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചുരുക്കട്ടെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുഷിരിക്കാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ മുസ്ലിങ്ങളോടുള്ള വിരോധം വെച്ചിട്ട് എന്തൊക്കെ പ്രാന്താണ് BJP-ക്കാരും വെള്ളാപ്പള്ളിയൊക്കെ പറയണത്. എന്തുകൊണ്ടാ ആ പറയണത്? പ്രാന്താണെന്നറിയാനുള്ള ബുദ്ധി അവർക്ക് ഇല്ലാതാകുക ഈ വിരോധം മൂത്തിട്ട്. ഈ മുസ്ലിം വിരോധം അങ്ങോട്ട് അസൂയ മൂത്തിട്ടേ മുസ്ലിങ്ങൾ അവിടെ 51 വീട് കയറ്റി കൊടുക്കണു, ഇവിടെ കിഡ്നി രോഗികളുടെ കിഡ്നി മാറ്റി വെക്കാൻ പൈസ കൊടുക്കണു, അവിടെ അത് ചെയ്യണത് കാണുമ്പോൾ ഇവർക്കത് സഹിക്കണില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരാൾ BJP-ന്റെ വലിയൊരു VHP-ന്റെ വലിയൊരു നേതാവിനോട്, ഒരു INL നേതാവ് ചോദിക്കുന്നുണ്ട്, തൃശ്ശൂർ പടക്കം പൊട്ടി 8-10 മരിച്ചില്ലേ, VHP-ന്റെ വക എന്താ യൂസഫ് അലി അവർക്കൊക്കെ 1 ലക്ഷം കൊടുത്തു, നിങ്ങൾ 1 ഉറുപ്പിയെങ്കിലും കൊടുക്കായിരുന്നില്ലേ? അതും കൂടി കൊടുക്കാതെ വെറുതെ വർത്താനം പറയാതെ കണ്ട നാണവന്മാനം ഇല്ലാതെ എന്ന് പറഞ്ഞ പോലെ ഈ അസൂയ. മുസ്ലിങ്ങൾ കൊടുക്കും, പാവങ്ങളെ സഹായിക്കും, അത് ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ ഇതോ നോക്കിയിട്ടുള്ള വിഷമുള്ളവനെ സഹായിക്കുക. അത് അള്ളാഹു തആല കൽപ്പിച്ചതാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾ അത് ചെയ്യും. ഈ അസൂയ മൂത്തത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പോത്തുകൾക്ക് കഴിയൂല. എന്ന പോലെയാണ് ഈ വഹാബികള് സുന്നികളോടുള്ള വിരോധം കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ അവർക്ക് കഴിയൂല. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ പറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 13 നൂറ്റാണ്ടിലെ തൗഹീദാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ 13 നൂറ്റാണ്ടിന്റെ ശേഷം 100 കൊല്ലം പഴക്കമുള്ള 100-150 കൊല്ലം പഴക്കമുള്ള വഹാബികളാ ഇപ്പൊ പറയുന്നത് ഇതൊക്കെ ശിർക്കാണ്. ഇബ്നു തൈമിയ്യയ്ക്ക് പോലും അത് തൗഹീദായിരുന്നു. പക്ഷെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് എത്തിയപ്പോൾ എന്തായി? അത് ശിർക്കായി. ഇങ്ങനത്തെ പുതിയ ശിർക്ക്, പുതിയ തൗഹീദ്, പുതിയ ഇബാദത്ത് ഒക്കെ പുതിയതവരുണ്ടാക്കിയതാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, പേര് വേറെ വേറെ പലതും ഇട്ടതാ. കഥ പറയാൻ സമയമില്ല, അങ്ങനത്തെ കഥകൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അൽഫ് ലൈലത്തും ലൈല പറഞ്ഞൊരു നോവലുണ്ട്, 1001 രാവുകൾ എന്ന പേരിൽ കേരളത്തിൽ പരിഭാഷപ്പെടുത്ത, മലയാളത്തിൽ തന്നെ ഉണ്ട്. സാർ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. 1001 കഥകൾ, അറബി കഥകൾ എന്ന് പരിഭാഷപ്പെടുത്തപ്പെട്ട്. അതിലൊരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. മൂപ്പര് എല്ലാ ദിവസവും ഒരു അതിഥിനെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ മൂപ്പരുടെ വീട്ടിൽ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ ഇയാളെ കടത്തും. ഇയാളെ കടത്തിയിട്ട് കാല് കട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കണമെങ്കിൽ കാല് വെട്ടും, തല പുറത്തേക്ക് തള്ളി നിൽക്കണമെങ്കിൽ തല വെട്ടും. കാരണം കട്ടിൽ നീളം കുറവാണ്. അപ്പൊ ഈ കട്ടിലിനനുസരിച്ച് ആളെ വെട്ടി ശരിയാക്കല്ലാതെ വരുന്ന അതിഥികൾക്ക് വേണ്ടി മൂപ്പര് കട്ടിൽ ശരിയാക്കൂല. ഇതാണ് വഹാബികളുടെ സ്വഭാവം. അവർക്ക് അനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. തൗഹീദെന്നും ശിർക്കെന്നും ഇബാദത്തെന്നും ഒക്കെ എഴുതുമില്ല. ആ പോത്തുകൾക്ക് തിരിയാഞ്ഞിട്ടാണ്. തിരിയണമെങ്കിൽ അവർ വെള്ളാപ്പള്ളിയെ പോലത്തെ ഈ വൃത്തികെട്ട ഹിന്ദു തീവ്രവാദികളെ പോലെയുള്ള ഈ വൃത്തികെട്ട ചിന്തയിൽ നിന്ന് അവർ ആദ്യം രക്ഷപ്പെടണം. എന്നാലേ അവർക്ക് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന എന്താ? മുസ്ലിങ്ങളോട് ഖുർആൻ പറഞ്ഞത് വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. നിങ്ങളുടെ മുൻഗാമികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക, പുതിയതൊന്നും വിശ്വസിക്കണ്ട. സഹാബാക്കളുടെ വിശ്വാസം എന്താണോ? ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമന അന്നാസു. അന്നാസ് സഹാബത്ത്, താബികള്, താബികൾ അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. പുതിയ വിശ്വാസങ്ങളൊന്നും വേണ്ട, ആ പഴയത് തന്നെ പിടിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസു കാലു അനുമിനു കമാ ആമന സുഫഹാഉ. ഈ സുന്നികളാകുന്ന വിഡ്ഢികളെ വിശ്വസിക്കും പോലെ, ഖുറാഫികൾ വിശ്വസിക്കും പോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ? ഞങ്ങളതിന് കിട്ടൂല, ഞങ്ങൾ യുക്തിവാദികളാ, ഞങ്ങൾ ബുദ്ധിജീവികളാ, ഞങ്ങൾ തികഞ്ഞോരാ എന്ന് പറയും ആ സമൂഹം. ഇത് ഖുർആൻ അന്ന് പറഞ്ഞു വെച്ചൊരു വിഭാഗമുണ്ട്, കപട വിശ്വാസികൾ, മുനാഫിക്കുകൾ. അവർ പറയുന്നത് ആകാലു അനുമിനു കമാ ആമന സുഫഹാഉ. ഈ സുഫഹാവ് ഈ ഖുറാഫികൾ വിശ്വസിക്കും പോലെ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങളെ കിട്ടൂല അതിന് എന്ന് ഇന്ന് വഹാബി പറയുന്നത് പണ്ട് മുനാഫിക്കുകൾ പറഞ്ഞത് തന്നെയാണ്. അല്ല ഇന്നഹും ഹുമു സുഫഹാഉ. അല്ലാഹു തആല പറയുന്നു അവരാണ് വിഡ്ഢികൾ, അവരാണ് ഖുറാഫികൾ, അവരാണ് പുതിയ ഇസ്ലാം ഉണ്ടാക്കിയവർ, അവരാണ് കറ്റി നുണ പറയുന്നവർ ഇസ്ലാമിൽ. അതുകൊണ്ട് വലാറ്റില്ലായാലും അവർക്കത് തിരിയാനുള്ള ബുദ്ധിയില്ല. ഈ പറയുന്ന ഐറ്റങ്ങളെ പോലെ, ഈ ഹിന്ദു തീവ്രവാദികളെ പോലെ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലെ അതപ്പതിച്ച ബുദ്ധിയാണ് അവർക്കും അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പഴയതാണ് നമ്മുടെ തൗഹീദ്, ഏറ്റവും പഴയതാണ് നമ്മുടെ ശിർക്ക്. പുതിയ എഡിഷനൊന്നും അതിനിറങ്ങിയിട്ടില്ല. ഈ ഇറങ്ങിയതൊന്നും ഇസ്ലാമുമായി ബന്ധമുള്ളതുമല്ല. ഇനിയൊരു നബി വന്നിട്ട് വേണം തൗഹീദിനും ഷിർക്കിനൊക്കെ മാറ്റം വരണമെങ്കിൽ. അത് വരൂല്ല. ലോകത്ത് വന്ന എല്ലാ നബിമാരുടെ തൗഹീദും എല്ലാ നബിമാരുടെ ഷിർക്കും ഒന്നായിരുന്നു. ഫുറൂഇയാത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഫിഖ്ഹിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ഒന്നെന്നെ ആയിരുന്നു. അതുകൊണ്ട് ഈസാ നബി വന്നാലും തന്നെ തൗഹീദ്, ഇതന്നെ ഷിർക്ക്.
അപ്പോൾ വഹാബികൾക്ക് ചിലപ്പോൾ തിരിഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ ദജ്ജാലിൻ്റെ ഒപ്പം കൂടിയിട്ട് അവരും വഴിവഴിച്ച് പോകാം. നമ്മളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉ